അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഭൗതികമായ ഈ ലോകത്തെ ജീവിതത്തിൽ മനുഷ്യൻ അവൻ ഇവിടെ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. യഥാർത്ഥ ചിന്തയില്ലാത്തവൻ, യഥാർത്ഥ ബോധമില്ലാത്തവൻ ഈ ലോകത്താണ് അവൻ്റെ സർവസ്വവുമെന്ന് ചിന്തിച്ച് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി ഹലാലും ഹറാമും നോക്കാതെ കച്ചവടം ചെയ്തും കൃഷി ചെയ്തും മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും പലിശക്ക് കൊടുത്തും പലിശ വാങ്ങിയും ഇങ്ങനെ തുടങ്ങി തോന്നിയതുപോലെ ജീവിക്കുന്നൊരവസ്ഥ. എന്നിട്ടോ അവനിങ്ങനെ പറയുക, എൻ്റെ കച്ചവടം, എൻ്റെ കൃഷി, എൻ്റെ വാഹനം, എൻ്റെ മാളിമാളിക, എൻ്റെ മക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു തആല അവനക്ക് കൊടുത്ത സമ്പത്തിനെക്കുറിച്ച് അവനിങ്ങനെ പവർ പറയാണ്. എനിക്കതുണ്ട്, ഇതുണ്ട്, അവിടെ എത്ര കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഇവിടെ ഇന്നാലിന സംഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ പവർ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ ചിന്തിക്കുന്നില്ല, എത്ര തന്നെ സമ്പാദിച്ചുണ്ടാക്കിയാലും, എത്ര തന്നെ കഷ്ടപ്പെട്ട് അവൻ സമ്പാദ്യം ഒരു വാരിക്കൂട്ടിയാലും അവനിക്കാകെ ഉപകാരപ്പെടുന്നത്, യഥാർത്ഥത്തിൽ ശരിക്കും അവനക്ക് ഉപകാരപ്പെടുന്നത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ്. ആ 3 കാര്യങ്ങളിൽ 2 കാര്യവും ഇവിടെ മരണത്തോടുകൂടെ അതും അവന് നിന്നുപോകുന്നു, സ്റ്റോപ്പായി പോകുന്നുണ്ട്. ഒരു കാര്യം മാത്രമാണ് അവൻ ആത്മാർത്ഥതയോടുകൂടെ ഖിലാസോടുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് ഉപകാരപ്പെടുന്നത്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ അബ്ദുല്ലാഹ് ബിൻ സുഖൈർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനവർകൾ പറയുകയാണ്, ഞാൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങടുക്കലേക്ക് പോയി അവിടത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ നിന്നിങ്ങനെ അൽഹാഖു മുത്തക്കാസുർ എന്ന സൂറത്തു തക്കാസുർ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യഖൂലു ഇബ്നു ആദം സന്തതികൾ അഥവാ മനുഷ്യന് പറയും, മാലി മാലി, എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പാദ്യം, എൻ്റെ ധനം, എൻ്റെ മക്കൾ, എൻ്റെ കൃഷി, എൻ്റെ കച്ചവടം, എൻ്റെ മറ്റു വസ്തുക്കൾ, ഇതിങ്ങനെ അവനിങ്ങനെ വലിയ പവർ പറയാണ്, അതിൻ്റെ മഹത്വം അവന് പറയാണ്. എനിക്ക് അവിടെ അത്രയുണ്ട് ഇത്രയുണ്ടെന്നൊക്കെ അങ്ങനെ അഹങ്കാരം പറയുന്നുണ്ട്. പക്ഷേ അവന് ശേഷിക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. അവിടെ നിന്ന് പറഞ്ഞു, വഹല്ലക ഇബ്നു ആദം, ഓ ആദം സന്തതി, നിനക്കുണ്ടോ മിൻ മാലിക്ക, നീ കഷ്ടപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന്, മാ അക്കൽത ഫഅഫനൈത, നീ വല്ലതും ഭക്ഷിച്ച് അത് നിന്റെ ശരീരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ബാക്കിയായി. എന്നല്ലാതെ നിനക്ക് വലിയ പറമ്പുണ്ടായിട്ടും വലിയ കച്ചവട സ്ഥാപനങ്ങളുണ്ടായിട്ടൊക്കെ നിനക്കെന്ത് നേട്ടം? നിനക്ക് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉപകാരപ്പെടുന്നത് വല്ലതും ഭക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ബാക്കിയായിട്ടുണ്ട്. അതോടൊപ്പം നീ വല്ല വസ്ത്രവും വാങ്ങി ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല വസ്ത്രം ധരിച്ച് കുറച്ചു കാലമൊക്കെ ധരിച്ചത് അങ്ങ് നശിച്ചുപോയി എന്നല്ലാതെ നിനക്കെന്താണ് മറ്റ് ബാക്കിയിട്ടുള്ളത്? അവസാനമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3-മത്തെ ഒരു കാര്യം, ഔ തസദ്ദഖത ഫഅംലൈത, നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്നും മനസ്സറിഞ്ഞ് ഏതെങ്കിലും പാവങ്ങൾക്ക് സദഖയായി നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിൻ്റെ പള്ളികൾക്ക്, മദ്രസകൾക്ക്, ദീനീ സ്ഥാപനങ്ങൾക്ക്, പാവപ്പെട്ട യതീമായ മക്കൾക്ക്, വിധവകൾക്ക്, അതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന മറ്റുള്ള ആളുകൾക്കൊക്കെ നീ മനസ്സറിഞ്ഞ് വല്ലതും കൊടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ആഖിറത്തിലും ഉപകാരപ്പെടും. അത് നിനക്ക് ആഖിറത്തിലെത്തുമ്പോൾ നിന്നെ രക്ഷപ്പെടുത്താൻ അത് കാരണമായി തീരുമെന്നല്ലാതെ ഇക്കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് നിനക്ക് ബാക്കിയുള്ളത്? നിന്റെ സമ്പാദ്യത്തിൽ വേറെ എന്താണ് നിനക്ക് ബാക്കിയുള്ളത്? ഈ ഒരു ബോധവും ചിന്തയും നിനക്ക് വേണ്ടേ എന്നർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധത്തോടുകൂടെ ആഖിറ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി നാം അധ്വാനിക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഒരിക്കലും ഭൗതികമായ ലോകത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവസാനം മരിച്ചു പോകുമ്പോൾ വെറും 3 കോറ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ശരീരമാണെന്നുള്ള ബോധം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ എന്ത് പ്രവർത്തിക്കുമ്പോഴും ആഖിറത്തെക്കുറിച്ചുള്ള ബോധത്തോടുകൂടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.